വെൽക്കം ബാക്ക് ടു വീണാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ സാമൂഹ്യ പാഠത്തിൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കി നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടി ക്വസ്റ്റ്യൻ ആൻസർ ആണല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അപ്പോൾ നോക്കിക്കേ, ഗ്രാമസഭയും വാർഡ് സഭയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നിങ്ങളെ ഗ്രാമസഭയും വാർഡ് സഭയും തമ്മിലുള്ള വ്യത്യാസം. ഗ്രാമസഭ ഈസ് ദ പ്ലാറ്റ്ഫോം ടു ഡിസ്കസ് ദ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് അറ്റ് ദ വാർഡ് ലെവൽ. എന്നുവെച്ചാൽ വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദിയാണ് ഗ്രാമസഭ. നിങ്ങളെ ഗ്രാമസഭ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമസഭ ഈസ് ദ പ്ലാറ്റ്ഫോം ടു ഡിസ്കസ് ദ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് അറ്റ് ദ വാർഡ് ലെവൽ. വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദിയാണ് ഗ്രാമസഭ എന്ന് പറയുന്നത്. ഇൻ സിറ്റീസ് ഇറ്റ് ഈസ് നോൺ ആസ്, ഇത് നഗരങ്ങളിൽ ഇതിൻ്റെ വാർഡ് സഭ എന്നാണ് അറിയപ്പെടുന്നത്. മനസ്സിലായോ? ഗ്രാമസഭയും വാർഡ് സഭയും ഓക്കെയാണോ കുഞ്ഞുങ്ങളെ? അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ നോട്ട് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഇത് പ്രധാനപ്പെട്ടത് മാത്രം നോക്കിയത് ഇനി ഇത് ഏത് പാഠത്തിലെയാണെന്നും ഒക്കെ ഉള്ളത് നമ്മുടെ ആ പാഠത്തിൻ്റെ പേര് എടുത്തു കൊടുത്താൽ മതി. നമ്മുടെ ചാനലിൽ എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും കിടപ്പുണ്ട് അതുകൂടെ പറഞ്ഞേക്കാം. August 7 പ്രത്യേകത എന്താണ്? കുഞ്ഞുങ്ങളെ, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് August 7? ദേശീയ കൈത്തറി ദിനമാണ്. നാഷണൽ ഹാൻഡ്ലൂം ഡേ ഓക്കെ ആണോ? റൈറ്റ്. ഇനി 3 laws enacted to protect ചൈൽഡ് റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് നിലയിൽ വന്ന ഏതെങ്കിലും 3 നിയമങ്ങളുടെ പേര്, ഏതെങ്കിലും 3 എഴുതാനാണ് ചോദിച്ചത് നിങ്ങൾക്ക് അറിയാവുന്ന ഇതെല്ലാം വേറെ നിങ്ങൾക്കറിയാമെങ്കിൽ അതിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും 3 എഴുതാനാണ് ചോദിച്ചത്. നിങ്ങളെ റൈറ്റ് എനി 3 law enacted to protect ചൈൽഡ് റൈറ്റ്. ബാലാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിലവിൽ വന്ന ഏതെങ്കിലും 3 നിയമങ്ങൾ എഴുതാനാണ് ഏതൊക്കെയാ? വിദ്യാഭ്യാസ അവകാശ നിയമം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, ഏതൊരു കുട്ടിക്കും വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവകാശമുണ്ട്. ബാലവേല നിരോധന നിയമം, ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ, ബാലവേല നിരോധന നിയമം. ഇതിൻ്റെ എല്ലാം ഡേറ്റും കിടപ്പുണ്ട്. വിദ്യാഭ്യാസ അവകാശ നിയമം കൊണ്ടുവന്നത് 2009 ബാലവേല നിരോധന നിയമം വന്നത് 1986. പോക്സോ ആക്ട് വന്നത് 2012 പ്രധാനപ്പെട്ട 3 കുഞ്ഞുങ്ങളെ ഞാൻ എഴുതി വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ 4 or 5 ഒക്കെ നമ്മുടെ ടെസ്റ്റിൽ കിടപ്പുണ്ടത് അടുത്ത ഈ എന്താണ് സാമ്പത്തിക അസമത്വം എന്നാൽ എന്താണ്? എല്ലാ ചാപ്റ്ററിലെയും കൂടെ നോക്കിയാണ് ഞാൻ എഴുതി അല്ലാതെ ഓർഡറൊന്നുമില്ല. ചാപ്റ്ററുകളെല്ലാം കൂടെ നോക്കിയാണ് ക്വസ്റ്റ്യൻ ഇട്ടേക്കുന്നത്. വാട്ട് ഈസ് എക്കണോമിക് ആക്ട്? ഇൻഇക്വാളിറ്റി. ഈ ഇക്വാളിറ്റി എന്ന് വെച്ചാൽ സമത്വമാണ് കുഞ്ഞുങ്ങളെ. ഇക്വാളിറ്റി സമത്വം, ഇൻഇക്വാളിറ്റി എന്ന് വെച്ചാൽ അസമത്വമാണ് എക്കണോമിക് ഇൻഇക്വാളിറ്റി എന്ന് വെച്ചാൽ സാമ്പത്തിക അസമത്വം. എക്കണോമിക് ഇൻഇക്വാളിറ്റി റെഫേഴ്സ് ടു ദി unequal distribution of wealth, income or resources among individuals or group in a society. ഒരു സമൂഹത്തിലെ വ്യക്തികൾ അല്ലേ, ഗ്രൂപ്പ് ഓഫ് സൊസൈറ്റി എന്ന് വെച്ചാൽ സമൂഹം. സൊസൈറ്റി ഒരു സമൂഹത്തിലെ വ്യക്തികൾ അല്ലേ. ഇൻഡിവിജ്വൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തികൾ, അഥവാ സംഘടനകൾക്കിടയിൽ സമ്പത്ത്, വരുമാനം എന്ന് വെച്ചാൽ വെൽത്ത്, ഇൻകം, സമ്പത്ത്, വെൽത്ത്, ഇൻകം അല്ലെങ്കിൽ റിസോഴ്സസ്, വരുമാനം അല്ലേ, എന്നിവയുടെ സമമല്ലാത്ത ഈക്വൽ അല്ലാത്ത, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അത് എഴുതാം നിങ്ങളെ. ഇനി അത് ഇങ്ങനെ പറ്റുന്നില്ല. സമമല്ലാത്ത അൺഈക്വലായിട്ടുള്ള വിതരണമാണ്. ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ വിതരണമാണ് സാമ്പത്തിക അസമത്വം. ഒരു സമൂഹത്തിലെ വ്യക്തികൾ അഥവാ സംഘടനകൾക്കിടയിൽ സമ്പത്ത്, വരുമാനം അല്ലെങ്കിൽ 2 വരുമാനമാണെന്ന് എഴുതിയത്. സമ്പത്ത്, ഇൻകം അല്ലെങ്കിൽ റിസോഴ്സസ് എന്ന് വെച്ചാൽ നിങ്ങൾ ഉറവിടമായിരുന്നു അല്ലേ. 2 വരുമാനം ഒന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. സമ്പത്ത്, വരുമാനം എന്നിവയുടെ ഇൻകം ഓർ റിസോഴ്സസ് എന്നാണ് എടുത്തേക്കുന്നത് ഓക്കെ. സമ്പത്ത്, വരുമാനം എന്നിവയുടെ സമമല്ലാത്ത വിതരണമാണ് നിങ്ങളെ പറയുന്നത് സാമ്പത്തിക അസമത്വം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അടുത്ത കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ 3 പ്രത്യാഘാതങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ പ്രധാനപ്പെട്ടത് മാത്രമാണ് നോക്കിയിരിക്കുന്നത്. എല്ലാ ചാപ്റ്ററിൻ്റെയും ലിങ്ക് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. എല്ലാ ചാപ്റ്ററിൻ്റെ ഇട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. അതും പ്രധാനപ്പെട്ടത് നോക്കി കുറേ എണ്ണമാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ അതിൽ
ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത് കേട്ടോ. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ 3 പ്രത്യാഘാതങ്ങൾ എഴുതാൻ നോക്കിയേ. റൈറ്റ് എനി 3 എഫക്റ്റ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. എന്തൊക്കെയാണ് നിങ്ങളെ? ഡ്രോട്ട് അല്ലേ, വരൾച്ച, മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ്, ധ്രുവപ്രദേശങ്ങളിൽ മഞ്ഞുരുകുന്നത്, പിന്നെ ഹരിത കേരള മിഷൻ. നിങ്ങളെ ഹരിത കേരള മിഷൻ കേട്ടോ. മലയാളവും ഇംഗ്ലീഷും ഉണ്ട് എൻ്റെ പൊന്നു കുഞ്ഞുങ്ങൾ. ഇതെല്ലാം വൃത്തിയായിട്ട് എഴുതിയെടുക്കണം. ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എക്സാമിന് കേട്ടോ. അപ്പോൾ ഒന്നും അറിയാൻ വയ്യാത്തവരാണെങ്കിൽ തന്നെയും ഇത് ഇത്രയും അങ്ങ് എഴുതിയെടുത്ത് പഠിച്ചാലും മതി ജയിക്കാൻ കേട്ടോ. എന്ന് വെച്ചാൽ എല്ലാ ചാപ്റ്ററിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കിയാണ് ഞാനിപ്പോൾ എഴുതിയേക്കുന്നത്. ഏതാ? ഒന്നാമത്തെ എന്തായിരുന്നു? ഗ്രാമസഭയും വാർഡ് സഭയും തമ്മിലുള്ള വ്യത്യാസം. രണ്ടാമത്തെ ഏതെങ്കിലും ഒരു ഡേറ്റ് നിങ്ങൾക്ക് കാണും കേട്ടോ. ഓഗസ്റ്റ് 7 പ്രത്യേകത എന്താണ്? നാഷണൽ ഹാൻഡ്ലൂം ഡേ ആണ്. ഇനി നമ്മുടെ കുട്ടികൾ അല്ലെ, ചിൽഡ്രൻസ് ബാലാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള 3 നിയമങ്ങൾ എഴുതാനാണ്. പിന്നെ സാമ്പത്തിക അസമത്വം. ഓക്കെ. പിന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ 3 പ്രത്യാഘാതങ്ങൾ. പ്രധാനപ്പെട്ട 5 എണ്ണമാണ് കുഞ്ഞുങ്ങളെ കേട്ടോ. മിസ് ചെയ്യല്ലേ. അടുത്ത നോക്കിക്കേ. ഏറ്റവും വലിയ ഗ്രഹം ഏതാ? ബിഗ്ഗസ്റ്റ് പ്ലാനറ്റ് വ്യാഴം അല്ലെങ്കിൽ ജൂപ്പിറ്റർ ആണ്. ഇതൊക്കെ അറിയണേ. മാച്ച് ദ ഫോളോയിങ്ങിന് ചോദിക്കുക എങ്ങനെ. പിന്നെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇങ്ങനെയല്ല കുഞ്ഞുങ്ങളെ ക്വസ്റ്റ്യൻ തരുന്നത്. എന്താ? പ്രവർത്തനം 1, പ്രവർത്തനം 2, അതായത് ആക്ടിവിറ്റി 1, ആക്ടിവിറ്റി 2, ആക്ടിവിറ്റി 3 എന്നും പറഞ്ഞായിരിക്കും തരുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്തിലെ ക്വസ്റ്റ്യനുകളാണ് ഈ വരുന്നത്. അതിനകത്തിൽ ABCയുടെ ഉത്തരം എഴുതാനൊക്കെ ആയിരിക്കും നിങ്ങളോട് ചോദിക്കുന്നത്. 2 ആയാലും ഇതെല്ലാം അതിനകത്ത് വരും കേട്ടോ. ഏറ്റവും വലിയ ഗ്രഹം ബിഗ്ഗസ്റ്റ് പ്ലാനറ്റ് എന്ന് പറയുന്നത് ജൂപ്പിറ്റർ ആണ്. ചുവന്ന ഗ്രഹം റെഡ് പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത് ചൊവ്വ അല്ലെ മാർസ് ആണ്. മോർണിംഗ് സ്റ്റാർ പ്രഭാത നക്ഷത്രം എന്ന് പറയുന്നത് വീനസ് അല്ലെങ്കിൽ ശുക്രനാണ്. കോൾഡസ്റ്റ് പ്ലാനറ്റ് തണുത്ത ഗ്രഹം അല്ലെ, ചൂടുള്ളതും തണുപ്പ് ഒത്തിരി ഗ്രഹങ്ങൾക്കെല്ലാം ഓരോ പ്രത്യേകതയുണ്ട്. കോൾഡസ്റ്റ് പ്ലാനറ്റ് എന്ന് വെച്ചാൽ തണുത്ത ഗ്രഹം യുറാനസ് ആണ്. ഓക്കെ ആണോ? ആ 4 ഓക്കെ ആണോ? ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം. നിങ്ങൾക്ക് അല്ലാത്ത പരീക്ഷയൊക്കെ ഉണ്ടല്ലോ, USSൻ്റെ ഒക്കെ പരീക്ഷയ്ക്കകത്തിലൊക്കെ ഇതൊക്കെ ചോദിക്കുന്നത് കേട്ടോ. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ്. അതായത് ബിഗ്ഗസ്റ്റ് പ്ലാനറ്റ് ജൂപ്പിറ്റർ, ചുവന്ന ഗ്രഹം റെഡ് പ്ലാനറ്റ് ചൊവ്വ മാർസ്, മോർണിംഗ് സ്റ്റാർ അല്ലെങ്കിൽ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് വീനസ്, കോൾഡസ്റ്റ് പ്ലാനറ്റ് അല്ലെ തണുത്ത ഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസുമാണ്. ഇനി ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ കുഞ്ഞുങ്ങളെ? നമ്മുടെ ആകാശത്തെ നക്ഷത്രങ്ങളെക്കുറിച്ച് സൂര്യനാണ് അല്ലേ. ക്ലോസസ്റ്റ് സ്റ്റാർ ടു എർത്ത്, നമ്മുടെ ഭൂമിയുടെ ഏറ്റവും അടുത്ത് ക്ലോസസ്റ്റ് ആയിട്ട് കിടക്കുന്നത് സണ്ണാണ്. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നതും ആരാണ്? സണ്ണാണ്. നമ്മുടെ സൗരയൂഥത്തിൻ്റെ സെൻറ്റർ ഓഫ് ദ സോളാർ സിസ്റ്റം എന്നറിയപ്പെടുന്നത് ആരെയാണ് കുഞ്ഞുങ്ങളെ? സൺ അല്ലെങ്കിൽ സൂര്യനെയാണ് കേട്ടോ. മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. നിങ്ങൾക്ക് ഇതങ്ങ് ഒരുപാട് നോട്ടായിട്ട് തോന്നുന്നു. ഇത് രണ്ടും കൂടി ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അവനവനവൻ്റെ എഴുതിയെടുത്താൽ മതി. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് അഭിപ്രായപ്പെട്ടു. നമ്മളൊക്കെ ഈ പറയുന്നു അല്ലേ, സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? കോപ്പർനിക്കസ് ആണ്. ആരാ നിങ്ങളെ? കോപ്പർനിക്കസ് ആണ്. ഹു ഒപ്പീനിയൻ ദാറ്റ് സെൻറ്റർ ഓഫ് ദ സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞത് കോപ്പർനിക്കസ്. സ്പെല്ലിംഗ് ഒക്കെ ടെസ്റ്റ് കിടപ്പുണ്ട്. വാട്ട് ഈസ് പ്ലാനറ്റ്? എന്താണ് ഈ പ്ലാനറ്റ്? നമ്മൾ ഇത്രയും നേരം പ്ലാനറ്റ് എത്ര എണ്ണം ഉണ്ടെന്നൊക്കെ അറിയാമേ. നമ്മൾ ഈ ചാപ്റ്റർ നല്ലതുപോലെ എടുത്താൽ നിങ്ങളെ 7 പ്ലാനറ്റ് ഉണ്ടെന്നും അതിൻ്റെ ഓരോ പ്ലാനറ്റിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നും ഒക്കെ വിശാലമായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചതാണ് ഇല്ലയോ? ഓർമ്മയുണ്ടോ അതൊക്കെ? ഓക്കെ, നോക്കണേ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതെടുത്ത് നോക്കണേ. സ്വയം കറങ്ങുകയും സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന, നോക്കണേ, സ്വയം കറങ്ങുകയും സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. പ്ലാനറ്റ് ആർ സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് റൊട്ടേറ്റ് ദംസെൽസ് ആൻഡ് റിവോൾവ് അറൗണ്ട് ദ ഗ്രൗണ്ട്. കേട്ടോ? ഓക്കെ ആണോ നിങ്ങളെ? ഓക്കെ ആണോ? അപ്പോൾ നോക്കിയോ നിങ്ങളെ, പ്ലാനറ്റ് ആർ സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് റൊട്ടേറ്റ് ദംസെൽസ് ആൻഡ് റിവോൾവ് അറൗണ്ട് ദി സൺ. ഓക്കെ ആണോ? 7 എണ്ണം. അടുത്ത 8ാമത്തെ എന്താണ് ഗ്ലോബൽ വാർമിങ്? ആഗോളതാപനം എന്നാൽ എന്താണ്? ഗ്ലോബൽ വാർമിങ് ഈസ് കോസ്ഡ് ബൈ ദ എക്സസീവ് ഇൻക്രീസ് ഇൻ കാർബൺ ഡയോക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. എന്ന് വെച്ചാൽ അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ് അതുപോലെ തന്നെ മീഥേനും ഉണ്ട് കേട്ടോ. അന്ന് ഈ വാതകങ്ങളുടെ ക്രമാതീതമായ വർധനവ് ഇത് നമ്മുടെ അന്തരീക്ഷത്തിൽ കൂടുമ്പോൾ ചൂടങ്ങ് കൂടും. അതാ നിങ്ങൾ ഇതിന് കാരണം എന്താണ്? അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ്, മീഥെയിൻ എന്ന് പറയുന്നൊരു വാതകമുണ്ട് കേട്ടോ. ഇവ ക്രമാതീതമായിട്ട് അങ്ങ് എക്സസീവ് ഇൻക്രീസ് വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ചൂട് കൂടുന്നു. ഇതാണ് ആഗോളതാപനം അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കുഞ്ഞുങ്ങളെ, റൊട്ടേഷനും റെവല്യൂഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? റൊട്ടേഷൻ എന്ന് വെച്ചാൽ എന്താ?
എർത്ത് സ്പിൻസ് ഓൺ ദ ആക്സിസ്. ഡേ ആൻഡ് നൈറ്റിന് കാരണവും ഇത് തന്നെയാണ്. ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ സ്വയം കറങ്ങുകയാണ്. ഭൂമി അതിൻ്റെ സ്വന്തം ആക്സിസ്, എർത്ത് സ്പിൻസ് ഓൺ ടു ആക്സിസ്, സ്വന്തം അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നു. അതുകൊണ്ട് രാവും പകലും ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. എന്നാൽ റെവല്യൂഷൻ അല്ലെങ്കിൽ പരിക്രമണം എന്ന് വെച്ചാൽ എന്താണ്? എർത്ത് റൊട്ടേറ്റ്സ് ദ എർത്ത് മൂവ് അറൗണ്ട് ദ സൺ ഓൺ എ ഫിക്സഡ് ഓർബിറ്റിൽ. ഭൂമി സൂര്യന് ചുറ്റും ഒരു നിശ്ചിത പാതയിലോ പരിക്രമണ പഥത്തിലോ സഞ്ചരിക്കുന്നതിനെയാണ് പരിക്രമണം എന്ന് പറയുന്നത് കേട്ടോ. അത് പരീക്ഷയ്ക്ക് ചോദിക്കും. ഇതിൻ്റെ എല്ലാം നമ്മുടെ ലിങ്ക് ഇട്ടതാവും നിങ്ങൾ കേട്ടോ. എല്ലാത്തിൻ്റെയും നമ്മൾ പ്രധാനപ്പെട്ടതെല്ലാം ഇട്ടതാണ്. ഞാൻ കുറേ കൂടെ ഒക്കെ ഒത്തിരി എഴുതിയായിരുന്നു കേട്ടോ. പക്ഷേ എഴുതി അവസാനം വന്നപ്പോഴാണ് കുഞ്ഞുങ്ങളെ അറിയുന്നത് ഇത് സയൻസ് അല്ലേ, സോഷ്യലും അല്ല, ഇത് സോഷ്യലാണല്ലേ, ഇത് സോഷ്യലാണ്. സയൻസും കൂടി അതിനകത്തിൽ അങ്ങ് ഒത്തിരി എഴുതി വെച്ചായിരുന്നു കേട്ടോ. തിരിഞ്ഞു പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. നമ്മളാണെങ്കിൽ 11ാമത്തെ ചാപ്റ്റർ എന്ന് വെച്ചാൽ ലോ ആൻഡ് ദ സൊസൈറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അതിനകത്തിലെ ലോ എന്താന്ന് കുറേ ലോകൾ പറയുന്നുണ്ട് കേട്ടോ. ഏതൊക്കെ നിയമങ്ങളാണ് നമ്മൾ അതിനകത്ത് പഠിച്ചിട്ടുള്ളത്? ഏതൊക്കെയാവും നിങ്ങളെ? ഒരുപാട് നിയമങ്ങൾ പഠിക്കുന്നുണ്ടല്ലേ. ഓക്കെ, ഒരുപാട് നിയമങ്ങൾ പഠിക്കുന്നുണ്ട്. അതായത് റൈറ്റ് ടു ഇൻഫോം ആക്ട് എന്ന് പറയുന്നത്, ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ ആക്ട്, ഫുഡ് സെക്യൂരിറ്റി ആക്ട്. ഓർമ്മയുണ്ടോ? ഇതൊക്കെ പഠിച്ചാൽ നമ്മുടെ അതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ. ചാനൽ അത് കിടപ്പുണ്ട്. പിന്നെ റൂൾസ് ഓഫ് ലോ കേട്ടോ. സുപ്രീം കോർട്ടിനെ കുറിച്ചും ഹൈക്കോർട്ടിനെ കുറിച്ചും ഒന്ന് എഴുതാൻ ചോദിക്കും കേട്ടോ. സുപ്രീം കോർട്ടും ഹൈക്കോർട്ടും തമ്മിലുള്ള അതെല്ലാം നമ്മുടെ ചാനലിലുണ്ട് കുഞ്ഞുങ്ങൾ കേട്ടോ. കയറി ഒന്ന് കാണണേ. അപ്പോൾ എഴുതിയത് തിരിഞ്ഞു പോയതുകൊണ്ട് കേട്ടോ. ഇനി ഞാൻ അതിനായിട്ട് ഇനി അല്ലെങ്കിൽ വേറെ എടുക്കണ്ടായി. അതുപോലെ തന്നെ വാട്ട് ആർ ദ ലോ വി ആർ ഫെമിലിയർ വിത്ത് അവർ ഡെയിലി ലൈവ് വാട്ട് ആർ ദ ലോ, എന്തെല്ലാം നിയമങ്ങളാണ് നമ്മുടെ ദൈനംദിന ഇതിൽ വരുന്നത്? നമുക്ക് ട്രാഫിക് റൂൾസുകളുണ്ട് അല്ലേ, ജെൻഡർ ഇക്വാളിറ്റി, റൈറ്റ് ടു ഫ്രീ ലീഗൽ എയ്ഡ്, റൈറ്റ് ടു വുമൺ, റൈറ്റ് ടു ഇൻഫർമേഷന്, ചൈൽഡ് റൈറ്റ് ആക്ട്. പിന്നെ അതുപോലെ ഒരു സ്ലോഗണോ പ്ലക്കാർഡോ തയ്യാറാക്കാൻ നിങ്ങളോട് ചോദിച്ചു ലാസ്റ്റ് ചിലപ്പോൾ കേട്ടോ. ഏതെങ്കിലും ഒരു റോഡ് സേഫ്റ്റിയെക്കുറിച്ചോ ഒക്കെ ചോദിച്ചാൽ എഴുതാൻ അറിയണേ നിങ്ങൾ കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ കയറി കാണുമോ നിങ്ങൾ? അത് ഞാൻ ഈ എടുത്തെടുത്ത് പറയുന്നത് എന്തോന്നറിയോ, എല്ലാ ചാപ്റ്ററും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുവിധം പ്രധാനപ്പെട്ടതെല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഇതങ്ങ് എഴുതിയായിരുന്നു കുഞ്ഞുങ്ങൾ കേട്ടോ. ഒത്തിരി ഞാൻ ഇന്ന് ഒറ്റ ഇതിലത് ഫുൾ എഴുതാമെന്ന് വിചാരിച്ച, പക്ഷേ സയൻസും സോഷ്യലും കൂടെ മിക്സ് ആയിപ്പോയി കേട്ടോ. അപ്പം നമ്മൾ ഇപ്പോൾ 10 ക്വസ്റ്റ്യൻ ആൻസർ ഇതിനകത്തിലുണ്ട്. ആ 10 ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ എഴുതിയെടുക്കുക. 10 10 അത് പഠിക്കുക. 10 അതിൽ കൂടുതലുണ്ട്. ഇതൊന്നും ഞാൻ നമ്പറിട്ട് എഴുതിയിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പം നിങ്ങളത് വൃത്തിയായിട്ട് പഠിക്കണേ കേട്ടോ. ഓക്കെ, താങ്ക് യു.